ശാമ, നമ്മൾ ഇന്നലെ KR വസന്തകുമാറിനെ കുറിച്ചൊരു സ്റ്റോറി ചെയ്തായിരുന്നു. ആ KR വസന്തകുമാറിൻ്റെ സ്റ്റോറിയിൽ അനുജയുടെ ഒരു കഥ ശ്യാമ പറഞ്ഞിട്ടുണ്ട്. അനുജയുടെ കഥ. മഹാരാജാസ് കോളേജിൽ പഠിച്ചിരുന്ന അനുജ. പേര് ഞാൻ പറഞ്ഞില്ല, ഞാൻ മറന്നുപോയി. സുന്ദരിയായിരുന്നു അനുജ ധൈര്യശാലിയായിരുന്നു. അനുജ SFI പ്രവർത്തകയായിരുന്നു. 2015 അനുജ മരണപ്പെട്ടു. കൊലപാതകമല്ല എന്ന് പറഞ്ഞ കേസ് പിന്നെ തള്ളിപ്പോയി. അനുജയുടെ ഭർത്താവായിരുന്ന സലീം എന്ന ഖലീം കെട്ടിത്തൂക്കിയതാണ് അനുജയെ എന്ന ആരോപണങ്ങൾ ശക്തമായി ആ സമയത്ത് ഉയർന്നു. ഈ സംഭവം ലവ് ജിഹാദാണ് എന്ന് പറഞ്ഞ് ഉയർന്നു. ഇതെല്ലാം ഉയർന്നു. ഇന്നലെ ശ്യാം എന്നോട് പറഞ്ഞത് അനുജ മഹാരാജാസ് എന്ന് പറഞ്ഞ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അനുജയുടെ ഈ മരിച്ചു നിൽക്കുന്ന ചിത്രം കാണാവുന്നതാണ്. ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. ഞാനിത് നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും ആ ഓർമ്മ നമുക്ക് ഒന്നുകൂടെ വന്നപ്പോൾ ഒന്നുകൂടെ കാണണമെന്ന് തോന്നി. തല മുണ്ടനം ചെയ്ത് അനുജ തൂങ്ങി നിൽക്കുകയാണ്. ആർക്കും കണ്ടു നിൽക്കാൻ പറ്റില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചിത്രം കൂടെ ശ്യാമെ ഞാൻ കണ്ടു. അനുജയുടെ അമ്മയുടെ ചിത്രമാണത്. പത്രസമ്മേളനത്തിൽ അവർ പൊട്ടിക്കരയുകയാണ്. അനുജയുടെ അമ്മ പൊട്ടിക്കരയുകയാണ്. ഞാൻ ഇതേ സംഭവം എനിക്കപ്പോൾ കണക്റ്റായത് നമ്മുടെ അഖില ഹാദിയ കേസിൽ ഹാദിയയുടെ കാല് പിടിച്ച് ഹാദിയയുടെ അമ്മ കരയുന്നൊരു സീനുണ്ട്. മോളെ പോവല്ലേ മോളെ എന്ന് പറഞ്ഞ് കരയുന്നൊരു സീനുണ്ട്. അതുപോലെ കരയുകയാണ്. കോടതിയിൽ കരയുകയാണ്. അനുജയുടെ അമ്മ കരയുകയാണ്. അപ്പോൾ വാർത്താ സമ്മേളനത്തിൽ കരയുകയാണ്. അത് ഞാൻ വളരെ കണക്റ്റായി. ഞാൻ അനുജയെക്കുറിച്ച് വീണ്ടും ആ ഓർമ്മകളിലേക്കൊന്ന് തിരിച്ചു പോകാനായിട്ട് ഞാൻ വീണ്ടും കുറേ സെർച്ച് ചെയ്തു അനുജയെക്കുറിച്ച് ഗൂഗിളിലടക്കം. അനുജയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാഞ്ഞുപോയി. SFIക്കാർ പോലും അനുജയെ ആലോചിക്കുന്നില്ല. അനുജയെ ഖാലിം എന്ന് പറയുന്ന ഒരു വ്യക്തി കൊണ്ടുപോയി അനുജയെ നശിപ്പിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഓർക്കുന്നല്ല. ഞാനിത് പറയാൻ വന്നൊരു കാരണം എന്ന് പറഞ്ഞാൽ മെയ് 21 ഞാൻ ഇന്നലെ വായിച്ച കുറിപ്പുകളിൽ ഒരു കുറിപ്പ് ഞാൻ വായിച്ചു. മെയ് 21 അനുജയുടെ അമ്മയുടെ പിറന്നാൾ. മെയ് 21 അനുജയുടെ അമ്മയുടെ പിറന്നാൾ. അപ്പോൾ ഈ അനുജയുടെ അമ്മയുടെ പിറന്നാളിൻ്റെ അന്ന് അനുജയുടെ ഫേസ്ബുക്കിൽ കുറിച്ചൊരു കുറിപ്പ് എന്ന രീതിയിൽ ഒരു കുറിപ്പ് ഞാൻ വായിച്ചു. നല്ല ഗംഭീരമായിട്ട് കവിതകൾ എഴുതുന്ന ഒരു കുട്ടിയാണ്. പക്ഷേ ഈ കുറിപ്പിൻ്റെ ഒരു ഗ്രാവിറ്റി എന്നെ വല്ലാതെ ടച്ച് ചെയ്തു. അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ തകർന്നു പോകുമായിരുന്നു. അമ്മേ നന്ദി എനിക്ക് വേണ്ടി നിലകൊണ്ടതിന് എന്നാണ് ആ കുറിപ്പിൽ പറയുന്നത്. പിന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും അമ്മയ്ക്ക് നല്ലൊരു മകളല്ല എന്ന് അനുജ പറയുന്നുണ്ട്. ഏറ്റവും അവസാനം പറയുന്നുണ്ട്, അമ്മേ മാപ്പ്, ഞാൻ അമ്മയെ അനുസരിക്കാതിരുന്നതിന്. അനുജയുടെ കഥ എന്താണ്? മാപ്പ് പറയുന്നുണ്ട്. ഞാൻ വായിച്ച കുറിപ്പിൽ പറയുന്നതാണ്. അന്ന് ഫേസ്ബുക്കിന്റെ കാലമാണല്ലോ, അപ്പോഴാണല്ലോ ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെ വരുന്നത്. അപ്പോൾ ശ്യാമിന് അറിയാം അനുജയുടെ സ്റ്റോറി എന്താണെന്ന്. നമുക്ക് ആ ഓർമ്മകളിലേക്ക് ഒന്ന് പോകണം. അനുജയുടെ സ്റ്റോറി ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല ആൾക്കാർ. നമ്മൾ ഇന്നലെ KRന്റെ ചർച്ച ചെയ്തു. അനുജയുടെ നമുക്ക് ചർച്ച ചെയ്യണം. എന്താണ് സംഭവം? ഇത് മാത്രമാണോ ധനുഷ്? ഇഷ്ടം പോലെ ചർച്ച ചെയ്യണം, പൊളിച്ചടുക്കണം. നമ്മൾ ഉള്ള കഥയാണ് പറയുന്നത്. ഇവിടെ വന്ന് കമന്റ് ബോക്സിൽ വന്നിട്ട് തെറി വിളിക്കുന്നവരൊക്കെ വിളിക്കട്ടെ, പറയും, ഞാനിരുന്ന് പറയും. ഞാനിതൊക്കെ നേരിട്ട് കണ്ടവരാണ്. അനുജയുടെ കഥയിലേക്ക് മഹാരാജാസിൽ ഈ അനുജയെ ഞാൻ കാണുന്നത്, എനിക്ക് ഈ അനുജയെ നേരിട്ട് അറിയാം. ഞാൻ പേര് മറന്നു പോകുന്നതാണ്. ഞാൻ പെട്ടെന്ന് അല്ല, ഇതിൽ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ. ശ്യാമിനല്ലാതെ ഈ കഥ നല്ല ഭംഗിയായിട്ട് ഒരാൾക്കും പറയാൻ പറ്റില്ല. കാരണം ശ്യാം SFI പ്രവർത്തകനാണ്. SFIയുടെ യൂണിയൻ ചെയർമാൻ ആയിരുന്നു. നമ്മുടെ കൊല്ലം SM കോളേജിലെ ശ്യാമിന് അനുജയെ അറിയാമായിരുന്നു. അനുജയും ശ്യാമുമായിട്ട് നല്ല അടുപ്പം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്യാമു പത്രപ്രവർത്തകനായുള്ള സമയത്ത് അനുജയെ കണ്ടിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു കോഫി ഹൗസിലെ, നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ കൊച്ചിയിലായിരുന്നു. ഇപ്പൊ ഇത് കേൾക്കുന്നവരെല്ലാം വിചാരിക്കും ഇവൻ എന്താ ഇത് എല്ലാത്തിനും സാക്ഷിയാണ്, നാട്ടിൽ നടക്കും എന്ത് നടന്നാലും ഇവൻ സാക്ഷിയാണോ എന്ന് ചോദിക്കും. എനിക്ക് അറിയാവുന്ന വിഷയങ്ങളെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് എനിക്കറിയാവുന്ന വിഷയങ്ങളാണ് ഞാൻ ചർച്ചയ്ക്ക് എടുക്കാറുള്ളത്. എനിക്ക് നന്നായി അറിയാവുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് മെനഞ്ഞാന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ, ഇവിടുത്തെ ഗുണ്ടകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞത്. അല്ലെങ്കിൽ അല്ലാതെ എനിക്ക് അനുഭവങ്ങളുള്ള കാര്യങ്ങളെ കുറിച്ച് അല്ലാണ്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ. അനുജയെ ഞാൻ കാണുന്നത് ഇന്ത്യൻ കോഫി ഹൗസിലാണ്. ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറഞ്ഞാൽ മഹാരാജാസ് കോളേജ് കഴിഞ്ഞ് കുറച്ചുകൂടെ സുഭാഷ് പാർക്ക്, അതിന് ഓപ്പോസിറ്റ് സുഭാഷ് പാർക്ക്, കുറച്ചുകൂടെ അപ്പുറത്ത് ഒരു ഇന്ത്യൻ കോഫി ഹൗസ്. ഞാൻ ഇവിടുത്തെ ഒരു പ്രമുഖ ചാനലിലെ റിപ്പോർട്ടറായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ ഈ ഇന്ത്യൻ കോഫി ഹൗസിൽ പോകും. അവിടെ ഒരു ഈ ഇത് കേട്ടോ, എന്ത് കഴിച്ചാലും അവിടെ ബീട്രൂട്ട് തരും. അപ്പം ഞാൻ എല്ലാ ദിവസവും അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അവിടെ വരുന്ന ഈ കുട്ടി അവിടെ വരും. അനുജയുടെ കൂടെ 2 കുട്ടികൾ, ബാക്കിയുള്ളവരുടെ പേര് ഞാൻ പറയുന്നില്ല, അവരെ ബാധിക്കേണ്ട. അപ്പോൾ ഈ കുട്ടികൾ അവിടെ വരും. ഈ കുട്ടികൾ അവിടെ വരുമ്പോൾ എൻ്റെ കഴുത്തിൽ ID കാർഡ് കിടപ്പുണ്ട്.
ഈ ID കാർഡിൻ്റെ ടാഗിൽ നമ്മുടെ ചാനലിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവരെ അറിയില്ല, അവർക്ക് എന്നെ അറിയില്ല. അപ്പോൾ ഇവരെന്നോട് എന്നോട് ചോദിച്ചു, ചേട്ടൻ ഇതുപോലെ ഇതിലാണോ എന്ന് ചോദിച്ചു, റിപ്പോർട്ടറാണോ? ഞാൻ പറഞ്ഞ ആണെന്ന് പറഞ്ഞു. ഞാൻ ചില സമയത്തൊക്കെ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് കോൾ വരും കേട്ടോ, ഇത് സംഭവത്തിൻ്റെ വിവരങ്ങളുമായി ശ്യാം ചേരുന്നു എന്ന് പറഞ്ഞിട്ട് ടെലി വരുമ്പോൾ ഞാൻ സംസാരിക്കും. ഇതൊക്കെ ഇവർ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ കുട്ടികൾ എന്നോട് സംസാരിച്ചു തുടങ്ങിയത്. പിന്നെ ഈ മഹാരാജാസിലെ പല കാര്യങ്ങളും എന്തെങ്കിലും അവിടെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇവരെന്നെ വിളിച്ച് പറയും. എന്നുവെച്ചാൽ നമ്മളെ വിളിച്ച് പറയാം, ചേട്ടാ ഇതുള്ള അടി നടന്നിട്ടുണ്ടേ എന്ന് പറയും. ഇവർക്ക് നല്ല വാർത്താ സെൻസ് ഉണ്ട് ഈ കുട്ടിക്ക്. ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് അറിയാം ഇതൊരു വാർത്താ സെൻസ് ഉള്ള സംഭവമാണ്. ഈ കുട്ടി വിളിക്കും, ചേട്ടാ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയും. ഇപ്പം നമ്മളെന്ത് ചോദിച്ചു, മഹാരാജാസിലെ എന്നും അടിയാണ്, ഇന്നും അടിയും പ്രശ്നങ്ങളുമാണ് അവിടെ സ്ഥിരം. ഞാൻ പറഞ്ഞില്ല, ഞാൻ കൊല്ലസങ്ങളുടെ ധനുഷ് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയം ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ കൊല്ലസങ്ങളുടെ ചെയർമാനായിരുന്നു SM കോളേജിൻ്റെ. അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അവിടെ വളരെ സർഗാത്മകമാണ് ആ ക്യാമ്പസ്. ഭയങ്കര ഇളകി മറിയും. കൊല്ലത്തെ ബീച്ച് പോലെയാണ്. കൊല്ലം ബീച്ചിന്റെ പ്രത്യേകത അറിയോ? കൊല്ലം ബീച്ചിൽ നമ്മൾ കാല് നനയ്ക്കായിരുന്ന വലിച്ചുകൊണ്ട് പോക്കളെ നമ്മളെ. കൊല്ലം ബീച്ചിൽ നമ്മൾ ചുമ്മാ ബീച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ എന്താ ചെയ്ത് നമ്മൾ ജസ്റ്റ് കൊടുത്ത് കാല് വെച്ച് കൊടുക്കും, നമുക്ക് കാല് നനയ്ക്കാനൊക്കെ. പക്ഷേ കൊല്ലം ബീച്ചിലൊന്നും കാല് വെച്ച് പോകും, ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കടലിൽ വലിച്ചുകൊണ്ട് പോകും. അതുപോലെയാണ് കൊല്ലത്തെ SM കോളേജ്. വളരെ സർഗാത്മക ക്യാമ്പസ്. അതുപോലെ തന്നെയായിരുന്നു മഹാരാജാസ് കോളേജ്. ഇതേ രീതിയാണ്. വളരെ പൾസുള്ള കോളേജാണ്, വളരെ പൾസ്. ഇന്റൻസിറ്റി ഭയങ്കരമാണ് ഇവിടുത്തെ. അവിടെ വരുന്ന സ്റ്റുഡൻസ് വെറുതെ ഒരാൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടില്ല. വെറുതെ ഒരാൾക്ക് പോയിട്ട് മഹാരാജാസിൽ അഡ്മിഷൻ കിട്ടില്ല. പഠിച്ച് നല്ല മിടുക്കനായിരിക്കണം അവിടെ പഠിക്കണമെങ്കിൽ. അത്രയും ചിന്തിക്കണം. അന്വേഷയുടെ ഒരു കുറിപ്പ് ഇപ്പം വായിച്ചല്ലോ. ഈ കുട്ടി അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടി നമ്മളെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ കുട്ടി നമ്മളെ വിളിക്കുന്നില്ല, ഫോൺ നമ്മളെ വിളിക്കുകയോ സംസാരിക്കുകയൊന്നും ചെയ്യുന്നില്ല. സ്മൃതിയിലാണ്ടു. അതിപ്പോ നമ്മളും അറിയുന്നില്ല, നമ്മളിത് അറിയുന്നില്ല. നമ്മളിതിന്റെ ഈ വാർത്തയുടെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു, നമ്മൾ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത് ഈ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ് അറിയുന്നത്. കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ. അപ്പോൾ നമ്മളെ അറിയാവുന്ന ഒരാൾ, നമ്മൾ സംസാരിച്ചിട്ടുള്ള ഒരാൾ, എനിക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഭീകരമായിട്ട് ബാധിക്കും. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂണിറ്റ് എടുത്ത് ഈ സ്ഥലത്ത് അപ്പോഴത്തേക്ക് ബോഡി കൊണ്ടുപോയി. ബോഡി അവിടെ നിന്ന് നീക്കം ചെയ്തായിരുന്നു നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക്. പിന്നെ നമ്മൾ മാത്രമല്ല, അങ്ങനെ ഒരു ബോഡിയുടെ വിഷ്വൽ എടുത്തിട്ടും കാര്യമില്ല. ആ ബോഡിയുടെ വിഷ്വൽ എടുത്തിട്ടും കാര്യമില്ല. നമ്മൾ കാണിക്കാൻ പറ്റില്ല, ആൾക്കാർ ബ്ലർ ചെയ്തേ കാണിക്കാൻ പറ്റുമല്ലോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ഇങ്ങനെ സംഭവം ഉണ്ടായി. പിന്നെ ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഖലീം NDF പ്രവർത്തകനാണ്. മണികണ്ഠൻ വധക്കേസിലെ പ്രതിയാണവൻ. യുവമോർച്ച പ്രവർത്തകൻ മണികണ്ഠനെ കൊന്ന കേസിലെ പ്രതിയാണ് ഇവൻ. വേറെ ഒരു CPM പ്രവർത്തകന്റെ 307 ഇവന്റെ പേരിലുണ്ട്. CPM പ്രവർത്തകനെ കരുതി കൂട്ടി വധിക്കാൻ ശ്രമിച്ചു. 307 ആണ് ഇട്ടിരിക്കുന്നത്. ഇവൻ ഈ കുട്ടിയെ പരിചയപ്പെട്ടു. അല്ല, എങ്ങനെയാണ് ഈ കുട്ടി ഇയാളുടെ വലയിൽ ചെന്ന് വീഴുന്നത്? ഫേസ്ബുക്ക് വഴിയാണ് ഇവൻ പരിചയപ്പെടുന്നത്. ഈ കുട്ടിയെ പരിചയപ്പെട്ട് പതി ഇവന്റെ കയ്യിലാക്കി. അതിനുശേഷം ഇവൻ കൊണ്ടുപോയി ഇവൻ വീടെടുത്തു. ഇതിനെ അവിടെ താമസിപ്പിച്ചു. ലിവിങ് ടുഗദർ. മാരീഡ് അല്ല. പക്ഷെ 30 ദിവസമേ ജീവിച്ചുള്ളൂ ഇവനൊപ്പം. 31ാമത്തെ ദിവസം ഈ കുട്ടിയുടെ ബോഡി വന്നു. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ബോഡിയുടെ അവിടുത്തെ മുടി കിടപ്പുണ്ട്. ഞാൻ ബോഡി കൊണ്ടുപോയ ശേഷമാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ആ വീട്ടിൽ മുടി കിടപ്പുണ്ട്. ഈ കുട്ടിയുടെ തല മുണ്ടനം ചെയ്തതിന്റെ മുടി അവിടെ തറയിൽ കിടപ്പുണ്ട്. ഞാനിത് കണ്ടതാണ്. ഞാനിത് കണ്ടതാണ്. എന്താ പറയുക, നമ്മൾ സാധാരണ ഈ മരണപ്പെടുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ യൂറിനും മോഷനും ഒക്കെ കാണാറുണ്ട് അവിടെ. ഇതൊന്നും മരണമാണെങ്കിൽ യൂറിനും മോഷനും ഒക്കെ പുറത്തു വരും. നമ്മൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ചില കേസുകൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതാണ് സാധാരണ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇത് കാണുന്നതാണ്. ഞാൻ ക്രൈം റിപ്പോർട്ടറാണ്, എനിക്ക് ഒരുപാട് കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത് ഇവിടെ മുടി കിടക്കുകയാണ്. ഞാൻ അന്നേരം തന്നെ ഞാനിത് ശ്രദ്ധിച്ചു. ഒരാൾ തല മുണ്ടനം ചെയ്ത് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. തല മുണ്ടനം ചെയ്തിട്ട് ഒരാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഇത് തന്നെയാണ് ആ കുട്ടിയുടെ അമ്മ പറഞ്ഞത്. ഇത് പറഞ്ഞ ഈ കുട്ടിയുടെ അമ്മ പിന്നീട് പലതവണ ഇവർ കയറി ഇറങ്ങി ഇവിടുത്തെ നിയമ സംവിധാനത്തോട് പറഞ്ഞു, എൻ്റെ മകളെ കൊന്നതാണ്. ഈ വീട്ടിൽ നിന്ന് CD, നിരോധിക്കപ്പെട്ട സംഘടനയുടെ CD-കൾ, ലഘുലേഖകൾ പിടിച്ചെടുത്തു. എന്നിട്ടും ഇവനൊന്നും സംഭവിച്ചില്ല. ഇവിടുത്തെ ചർച്ച ചെയ്യണ്ടേ ഇത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഖലീം എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ഭാര്യയും മക്കളും ഉള്ളതാണ്? ഉണ്ട്. ചാവക്കാട് ഇവന് മക്കളും ഭാര്യയുമുണ്ട്. അത് ഡിവോഴ്സ് ചെയ്തിട്ടില്ല. അനുജയുമായി ലിവിംഗ് ടുഗദറിലായി. ഇവൻ ഇതിനു വേണ്ടി എറണാകുളത്ത് വന്നു. NDF പ്രവർത്തകനാണ് ഇവൻ. അമ്മ നീതിക്കായി കയറി ഇറങ്ങി. ശൈലജ എന്നാ എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് അവരോട് നീതി കാണിക്കാൻ പറ്റിയില്ല. ഇവർ എനിക്ക് തന്ന ബൈറ്റ് പലപ്പോഴും ഞാൻ ഒരു മാധ്യമ സ്ഥാപനം പ്ലേ ചെയ്തില്ലത്, എയറിൽ കൊടുത്തില്ല.
ധനുഷ് ഇവിടുത്തെ വലിയ മുഖ്യധാര മാധ്യമത്തിൽ ഇരുന്ന ആളല്ലേ. അവിടെ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഈ മാധ്യമപ്രവർത്തകരെ മാപ്രകളെന്ന് വിളിക്കുമല്ലോ. നമ്മൾ എങ്ങനെയാ ഇതിങ്ങനെ ആവുന്നേ? അല്ല, നമുക്കറിയാത്ത ഒരുപാട് ഉള്ളുകളികൾ മാധ്യമ ലോകത്തുണ്ട്. വേറൊരു കാര്യം ഉണ്ട്. ഈ ബൈറ്റ് പിളയാൻ സമ്മതിച്ചില്ല. സമ്മതിച്ചില്ല. ഈ അനൂജയുടെ കേസിലേക്ക് തിരിച്ചു വന്നാലേ ഷാമ, ഈ 2016 ഈ സലീം എന്ന് പറയുന്ന സലീം അലിക്കെതിരെ കേരള പോലീസിൽ വീണ്ടും ഒരു കേസ് വന്നിട്ടുണ്ട്. സ്വന്തം ഭാര്യയെ അതിക്രൂരമായി മർദ്ദിച്ച് മൃതപ്രായയാക്കി നട്ടലിനും വാരിയലിനും പരിക്കേൽപ്പിച്ച് ആശുപത്രിയിലാക്കി ഇയാൾ. വലിയ രീതിയിലുള്ള കേസ് വന്നിരുന്നു. ഈ കേസ് വന്ന സാഹചര്യം NDF പ്രവർത്തകനായ ഇയാൾ യുവമോർച്ച പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിലുള്ള പ്രതിയാണ്. അത് കഴിഞ്ഞിട്ട് ഇയാൾ CPM പ്രവർത്തകനെ കരുതിക്കൂട്ടി വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും കേരള പോലീസ് എന്താണ് ഇതിൽ അനങ്ങാതെ നിന്നത്? ഇതൊരു ആത്മഹത്യയാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് കേരള പോലീസ്? ഉമ്മറുടെ ഒരു വലിയ പ്രശ്നം, ഈ കേസ് കാര്യമായി അന്വേഷിച്ചില്ല. ശബ്ദിക്കണമായിരുന്നു. ശബ്ദിക്കണം, നമ്മൾ പറയാനുള്ള ധൈര്യം കാണിക്കണം ഇവിടുത്തെ മാധ്യമങ്ങൾ. ധനുഷ് വേറെ കേസുകളെ കുറിച്ച് സംസാരിച്ചില്ലേ? അതെങ്ങനെ അറിഞ്ഞത്? ഇവിടുത്തെ കുറച്ച് മാധ്യമപ്രവർത്തകർ ധൈര്യപൂർവ്വം ഇരുന്ന് സംസാരിച്ചു. അതിനുശേഷം ഇവിടെ മാധ്യമ ലോകത്ത് വലിയ മാറ്റം വന്നു. 2015 ശേഷം 2018 ശേഷം ഇവിടെ വേറെ ചാനലുകൾ വന്നു, വേറെ മാധ്യമ സ്ഥാപനങ്ങൾ വന്നു. അവർ ശബ്ദിക്കാൻ തയ്യാറായി, അവർ ശബ്ദിച്ചു തുടങ്ങി. വേറെ അതുവരെ ഒന്നും ഇല്ലായിരുന്നു, അതൊക്കെ വേറെ ലെവലിൽ പോവായിരുന്നു അതിന് മുമ്പ്. ശബ്ദിക്കണമായിരുന്നു, അന്ന് ശബ്ദിക്കണമായിരുന്നു. എന്തുകൊണ്ട് സംഭവിച്ചു? ചോദിക്കണമായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങൾ. നമുക്കുള്ള പ്രശ്നമാണിത്, നമുക്കുള്ള പ്രശ്നമാണ്. ഞാൻ ധനുഷിനോടൊരു കാര്യം പറയാം. ഞാൻ ഈ ലെവലിൽ ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് അങ്ങോട്ടൊരു കാര്യം പറഞ്ഞുതരാം. ചന്ദ്രബോസ് എന്ന് പറയുന്ന ഒരാളെ, നിസാം എന്ന് പറയുന്ന ഒരാൾ കൊലപ്പെടുത്തി, ഒരു സെക്യൂരിറ്റിയെ. അതേ ദിവസമാണ് നടൻ മാളയുടെ അടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാധ്യമങ്ങളും മാളയുടെ അടക്കത്തിന് പോയി. ഞാൻ നേരെ ചന്ദ്രബോസിന് പോയി. എനിക്ക് അതാണ് വാർത്തയാണെന്ന് തോന്നിയത്. ഇതുപോലെ ചിന്തിക്കണം, ഇതുപോലെ ചിന്തിക്കാൻ തയ്യാറാവണം. അതാണ് വേണ്ടുന്നത്. അനുജ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടി, അതിനെ നശിപ്പിച്ചു കളഞ്ഞു. ഈ കുട്ടി മാത്രമല്ല കേട്ടോ അവിടെ നിന്ന് പോയത്. അതുകൊണ്ട് 2 കുട്ടികളുടെ പേര് ഞാൻ പറയാതിരുന്നത്. ഞാനത് പറയില്ല, ഇനി പറയാം. മനഃപൂർവ്വം കരുതിക്കൂട്ടി ലവ് ജിഹാദ് ആരോപണം അതിനകത്ത് വരുന്നുണ്ട്. അതിലെന്താ ഷാമിൽ തോന്നുന്നത്? അവിടെ ഷഹീൻ ഫോഴ്സ് എന്ന് പറയുന്ന സാധനം. ഷഹീൻ ഫോഴ്സ് നമ്മൾ കോളേജിനുള്ളിൽ ഷഹീൻ ഫോഴ്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഷഹീൻ ഫോഴ്സ് എന്ന് പറയുന്നത് അത് ഒരു കൂട്ടായ്മയാണ്, ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ സൈലന്റ് ആണ്. സൈലന്റ്. നമ്മൾ ഈ കനാല് വെള്ളം തുറന്നുവിടില്ലേ, കനാലിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്ന കനാലിൽ കൂടെ നമ്മൾ കനാല് കാണുമ്പോൾ വളരെ സൈലന്റ് ആയിരിക്കും. കനാലിന്റെ അടിയൊഴുക്ക് എങ്ങനെയാണ്, നല്ല ഫോഴ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയാണ് ഈ സംഘടന. ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യില്ല, നമ്മൾ പെട്ടെന്ന് പിടിക്കാനോ ഒന്നും പറ്റില്ല. ഷഹീൻ ഫോഴ്സ് മില്യത്ത് എന്ന് പറഞ്ഞ സാധനമുണ്ട്. മില്യത്ത് ഈ സാധനമൊക്കെ ഇതിനകത്തുണ്ട് ധനുഷേ. ഇത് ഈ മഹാരാജാസ് കോളേജിൽ ഞാൻ ഷഹീൻ ഫോഴ്സിന്റെ പ്രവർത്തനം എന്താണ്? എങ്ങനെയാണ് അവർ സൈലന്റ് ആയിട്ട് അവർ ഓരോ കുട്ടികളെ ടാർഗറ്റ് ചെയ്ത്, ഈ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം ഉൾപ്പെട്ട ഒരു ഫോഴ്സാണിത്. ഇത് ഇവരുടെ പുറത്തുള്ള ആൾക്കാർക്ക് ഇവരുടെ ക്യാരക്ടർ പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയാണ് ഇവൻ ഇതിലേക്ക് വരുന്നത്, അനുജയെ കണ്ടുപിടിക്കുന്നത്. അനുജ ഇവൻ മഹാരാജാസിലെ സ്റ്റുഡന്റ് അല്ല, ഇവ എറണാകുളം ജില്ലക്കാരനല്ല, മഹാരാജാസിന്റെ ഏരിയയിലൊന്നും ഇവയില്ല. ഇവൻ ചാവക്കാട് കിടക്കുകയാണ്, തൃശ്ശൂർ ചാവക്കാട് കിടക്കുന്നവൻ. അതാണ് എന്റെ സംശയം. ഇവനൊക്കെ അയച്ചു കൊടുക്കുകയാണ് പ്രൊഫൈല്, അയച്ചു കൊടുക്കുന്നു മനുഷ്യ. ഇവിടെ കുട്ടികളുടെ പ്രൊഫൈല്, പെൺകുട്ടികൾ സഹകരിച്ച് ഇവരുടെ ഓരോ ക്യാരക്ടർ മൈന്യൂട്ട്. ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് അവരെ പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഈ ഷഹീൻ ഫോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സാധനം വെറും ഒരു ആരോപണമാണ്, കെട്ടുകഥയാണ്. ലവ് ജിഹാദ് സുപ്രീം കോടതി പോലും ഇല്ല എന്ന് പറഞ്ഞൊരു കാര്യമാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. പറഞ്ഞ് വലിയ രീതിയിൽ അപ്പുറത്തെ ഭാഗത്ത് ഇവരിങ്ങനെ പറയാം. ഇവിടെ കുറെ പേര് അവിടെ പോയി കിടക്കുക യുദ്ധം ചെയ്യാൻ, എന്നിട്ടാണ് ഇവിടെ നിന്നിട്ട് പറയുന്നത് ഇതില്ലെന്ന്. എനിക്ക് മനസ്സിലാവില്ല ഇത് എന്താ ഇല്ലെന്ന് പറയുന്നത്. ഞാനിതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. ഞാനിതൊക്കെ കണ്ടിട്ടുള്ള ആളാണ്. ഇതൊക്കെ നേരിട്ട് എനിക്ക് നല്ല അനുഭവമുള്ള ആളാണ്. ഇത് എന്തുകൊണ്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചില സ്ഥാപനങ്ങൾ പറയാൻ തയ്യാറാവുന്നില്ല. ധൈര്യപൂർവ്വം പറയണം നമ്മൾ. കാര്യം ഇത് വലിയ അപകടത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വലിയ അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സൈലന്റ് ആയി ഇവിടെ വലിയൊരു അപകടം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ കെആറിനെ കുറിച്ചൊക്കെ സംസാരിച്ചില്ലേ, നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് സംസാരിച്ചില്ലേ. ക്ഷമ ഈ കേസ് പോലീസ് അന്വേഷിച്ചു, ശേഷം ക്രൈംബ്രാഞ്ചിന് കൈമാറി. അവരുടെ മാതാപിതാക്കൾ പല സ്ഥലത്ത് കയറി ഇറങ്ങി CBIക്ക് കൈമാറുമെന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. കേസ് അവസാനിപ്പിച്ച മട്ടാണ് എല്ലാവരും. അൺസോൾഡ് കേസാണ്. ഇങ്ങനെ ഒരുപാട് കേസുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഒരുപാട് കേസുകളുണ്ട്. ഈ കുട്ടിയുടെ കൂടെ 2 കുട്ടികൾ കൂടി ഇറങ്ങിപ്പോയി. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ കുട്ടിയുടെ കൂടെ, അനുജയുടെ കൂടെ ഇതുപോലെ തന്നെ ഇവർ 3 പേരാണ് പോകുന്നത്. 3 ചെറുപ്പക്കാരുടെ കൂടാണ്. ഖലീം, വേറെ 2 പേര് ഇവരുടെ കൂടാണ് പോകുന്നത്. ഈ ബാക്കിയുള്ള 2 കുട്ടികൾ തിരിച്ചു പോയി, അവരുടെ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി. അനുജ മരിച്ച ശേഷം ഈ കുട്ടികൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങി. ഈ 3 പേരാണ് ഈ ട്രാപ്പിൽ പെട്ടുപോയത്.
ഇനിയും ഒരുപാട് കേസുകൾ ഉണ്ടെന്നേ, ഇനിയും ഒരുപാട് കേസുകളുണ്ട്. ബാക്കിയൊക്കെ മറ്റൊരു ദിവസം ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.